ഹലോ, എൻ്റെ പേര് അനൂപ് ജോർജ് എന്നാണ്. ഞാൻ കമ്പനിയിൽ ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനിയിൽ സീനിയർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറാണ്. ഞാനിവിടെ വയനാട് പുൽപ്പള്ളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ 11 ഏക്കറിൽ 150 റിസോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൊരു റിസോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സ്റ്റേജ് തൊട്ടുള്ള ഇൻ്റർനാഷണൽ കമ്പനിയുടെ പ്രൊജക്റ്റ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന പ്രിയപ്പെട്ട തങ്കജൻ സാറിനെ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ കമ്പനിയെ പറ്റി ഡെവലപ്മെൻറ്റ്സിനെ പറ്റി പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. നമസ്കാരം, ഞാൻ തങ്കച്ചൻ. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമ്മൾ ഫെറോക്രീറ്റ് എന്ന ടെക്നോളജിയിലാണ് ചെയ്യുന്നത്. ഫെറോക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ സിമെൻറ്റ് കൊണ്ടുള്ള നിർമ്മാണ രീതി പ്രധാനമായിട്ട് രണ്ട് തരത്തിരിക്കാം. അതിലൊന്ന് കോൺക്രീറ്റ് മെത്തേഡാണ്, മറ്റൊന്ന് ഫെറോക്രീറ്റ് മെത്തേഡാണ്. ഫെറോക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 150 വർഷങ്ങൾക്ക് മുമ്പ് പേറ്റൻറ്റ് ചെയ്യപ്പെട്ടുള്ള ടെക്നോളജിയാണ്. ഇന്ത്യയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുന്ന വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിലും ന്യൂസിലാൻഡിലും കാനഡയിലും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു നിർമ്മാണ രീതിയാണ്. ഇതിന് ഡ്യൂറബിളാണ്. അതുപോലെ മെറ്റീരിയൽസിൻ്റെ കൺസപ്ഷൻ വരുമ്പോൾ ആവറേജ് മറ്റ് കോൺക്രീറ്റിനേക്കാൾ കുറവാണ്. ലീക്ക് പ്രൂഫാണ്. അതുപോലെ ഫയർ പ്രതിരോധിക്കുന്ന ശേഷി, ഹീറ്റ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടുതലാണ്. അങ്ങനെ നിരവധി ക്വാളിറ്റിയുള്ള, അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ ഒരു ലൈഫ് പീരീഡ് കേടുകൂടാതെ നിൽക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ്. ഭൂകമ്പത്തിൽ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള നിർമ്മാണ രീതിയാണിത്. ഈ രീതിയിലാണ് നമ്മളോട് നിർമ്മാണം നടത്തുന്നത്. നിർമ്മിക്കുന്ന രീതി ആദ്യം ഈ കാണുന്ന പോലെ കോട്ടേജ് നിർമ്മിക്കുന്നു. കോട്ടേജ് നിർമ്മിച്ച് അത് പ്ലാസ്റ്ററിങ് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അതിന് പുറത്ത് മഡ് പാക്ക് ചെയ്ത് നമ്മൾ നാച്ചുറൽ ഗ്രാസ് പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പുറത്ത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണം, നമുക്ക് നിരവധി ഗുണങ്ങളാണ് അതുകൊണ്ട് കിട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, നമുക്ക് ഉള്ളിൽ ഒരു കൺട്രോൾഡ് ക്ലൈമറ്റ് എല്ലാ സമയത്തും കിട്ടുന്നതാണ്. മറ്റൊന്ന്, നമുക്ക് ഹീറ്റ് എമിഷൻ കുറയ്ക്കാം. പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളാണ്. ഞാൻ നിർമ്മാണത്തെക്കുറിച്ചൊന്ന് പറയാം. വരും. ഈ കാണുന്നത് നമ്മൾ ഷേപ്പ് ചെയ്തിരിക്കുന്ന 8mm സ്റ്റീൽ ബാറും അതിനകത്ത് വെൽഡഡ് മെഷീൻ, ചിക്കൻ മെഷർമെൻറ്റെല്ലാം ഉപയോഗിച്ച് ഒരു കോട്ടേജിൻ്റെ ടോട്ടൽ ഷേപ്പാണ്. ഒരു സിംഗിൾ മോൾഡ് പോലെ തന്നെ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ സിമെൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ലെയർ ബൈ ലെയറായിട്ട് സിമെൻറ്റ് അപ്ലൈ ചെയ്ത് ആണ് അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ്. ഒരു കോട്ടേജിൻ്റെ മോൾഡിംഗ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂകമ്പത്തെ പ്രതിരോധിക്കുമെന്ന് പറയുന്നതിന് കാരണം, ഇതിനകത്ത് നമുക്ക് തകർന്നു വീഴാനൊന്നുമില്ല എന്നുള്ളതാണ്. ഒരു സിംഗിൾ മോൾഡായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തകർന്നു വീഴാനൊന്നും ഇല്ല. ഒരു ജർക്കിങ്ങോ ഭൂകമ്പമോ മറ്റോ വന്നാൽ പോലും ഒന്നും തകർന്നു വീഴാനില്ല. അതിന് ക്വാളിറ്റീസ് പറയാൻ നിരവധിയുണ്ട്. ഞാൻ ജസ്റ്റ് അത് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോട്ടേജിന് മുമ്പിലാണ്. ഇത് കുറച്ച് വലിയ ഒരു 8 ബെഡ്റൂം വരുന്ന തരത്തിലൊരു കോമൺ പൂളും 8 ബെഡ്റൂമും അടക്കം വരുന്ന ഒരു വലിയ വർക്കാണിത്. അതിൻ്റെ പ്രൈമറി കോട്ടിങ്, പ്ലാസ്റ്ററിങ്ങിൻ്റെ പ്രൈമറി കോട്ടിങ്ങാണ് ഇപ്പോൾ നമുക്ക് ചെയ്തത് കാണുന്നത്. ഉള്ളിലേക്ക് കൂടെ പോകാം. പറ്റുമോ? സറൗണ്ടിങ്ങാണ്. പൂള്, വലിയ പൂള്, മധ്യഭാഗം വലിയ പൂള് വരുന്ന 2 നിലയിലാണ് ബിൽഡിംഗ് വരുന്നത്. 2 നിലയിൽ 8 ബെഡ്റൂം. ഓരോ ബെഡ്റൂമിനും ഓരോ 6 ബെഡ്റൂം കൂടി വരുന്ന രീതിയിലാണ് ചെയ്യുന്നതോട് കാണിച്ചത്. ഇങ്ങനെ കാണിച്ചത്. ഇതിൻ്റെ പുറത്ത് 2 സൈഡിലും ഓരോ ലെയർ വീതം വീണ്ടും അപ്ലൈ ചെയ്ത് അതിനകത്ത് ഗ്രൗട്ടിങ് ചെയ്ത് വീണ്ടും ലെയർ അപ്ലൈ ചെയ്ത് ലെയർ ബൈ ലെയറായിട്ടാണ് ഇത് പ്ലാസ്റ്ററിങ് പൂർത്തിയാക്കുന്നത്. ഇത് ബെഡ്റൂം, അതിൻ്റെ പുറത്ത് നിന്ന് എൻട്രൻസ് ഉണ്ട്. അതുപോലെ ഇത് ടോയ്ലറ്റ്, അതതിൻ്റെ കിഡ്സ് റൂമാണ്. ഇത് കുട്ടികൾക്കുള്ള റൂമാണ്. ഇതാണ് നമ്മൾ കോട്ടേജിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം അതിൻ്റെ പുറത്ത് മഡ് പാക്ക് ചെയ്ത് ഗ്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അതായത് നമുക്ക് തിക്കായിട്ട് മഡ് പാക്ക് ചെയ്തിട്ടുണ്ട്. മഡ് പാക്ക് ചെയ്തതിന് മേലെ നാച്ചുറൽ ഗ്രാസാണ് പ്ലാൻ ചെയ്തത്. വളർന്ന് വരുന്ന നാച്ചുറൽ ഗ്രാസാണ്. ഇത് നമുക്ക് എത്ര കാലം നിന്നാലും ലീക്കേജോ മറ്റു കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല. അതുപോലെ നല്ല ക്ലൈമറ്റ് ഉള്ളിൽ കിട്ടാൻ സഹായമാവുകയും ചെയ്യും. മറ്റ് കാര്യങ്ങൾ ഞാൻ അതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ വർക്ക് പൂർത്തിയായെന്ന് പറയാം. ഇനിയും ഇന്ത്യയിലെ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇനി പൂർത്തിയാവാനുള്ളത്. ബാക്കി കാര്യങ്ങൾ പൂർത്തിയായ കോട്ടേജാണ്.